താന്തോന്നി. രചന റോസൂസൻ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അടുത്ത നിമിഷം തന്നോട് ചേർന്ന് നിൽക്കുന്നവളെ സാവധാനമായി പൊതിഞ്ഞു പിടിച്ചവൻ. ഇഷാനിയുടെ മുഖം അവന് നെഞ്ചിലൊതുങ്ങി. കണ്ണുനീർ ഷർട്ടിൽ പതിഞ്ഞു. സേവി അവളുടെ താടിത്തുമ്പ് വിരലാൽ പതുക്കെ ഉയർത്തി. കണ്ണുനീർ തിളങ്ങുന്ന ആ മുഖത്ത് ഭയവും സ്നേഹവും ഒരുമിച്ച് നിന്നു. ഒരു നിമിഷം അവളൊന്നും പറഞ്ഞില്ല. പറയാൻ വാക്കുകൾ ആവശ്യമില്ലാത്ത അവസ്ഥ. സേവിയുടെ കൈകൾ അവളുടെ കവിളുകളെ ചുറ്റി നിന്നു. ഇഷാനിയുടെ ശ്വാസഗതി വർദ്ധിച്ചു. കണ്ണുകളടയാൻ മടിക്കുന്നെങ്കിലും അവളുടെ മനസ്സിതിനകം അവന്റെ അടുത്തേക്ക് ചായുന്നുണ്ട്. അവരുടെ ആദ്യ ചുംബനം അതിവേഗമല്ല, മന്ദഗതിയിൽ ഒരു ചോദ്യം പോലെ തുടങ്ങി. പിന്നെ ഒരു മറുപടി പോലെ നിലച്ചു. അതിൽ ആവേശത്തേക്കാൾ വിശ്വാസമുണ്ടായിരുന്നു. നമുക്കിനി വേർപ്പെടാനില്ല എന്നൊരു നിശബ്ദ സമ്മതം. അവൾ വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് ചായുമ്പോൾ സേവിയുടെ കൈകൾ കൂടുതൽ ഉറപ്പായി അവളെ ചുറ്റിപ്പിടിച്ചു. അവർക്ക് പിന്നീട് പ്രണയം പറയേണ്ടി വന്നില്ല. കാരണം അവരുടെ ആദ്യ ചുംബനം തന്നെ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒപ്പുവെച്ച ഒരു വാഗ്ദാനമായിരുന്നു. സമയം നിശ്ചലമായ ഒരു നിമിഷം പോലെ സേവിയുടെ നെഞ്ചിൽ തലയാഴ്ച ഇഷാനിക്ക് അവന്റെ ഹൃദയമിടിപ്പ് വ്യക്തമായി കേൾക്കാമായിരുന്നു. അതൊരു വാക്കിനേക്കാൾ ശക്തമായ മറുപടിയായിരുന്നു. അവൾക്കായി പതുക്കെ അവന്റെ ഷർട്ടിൽ പിടിച്ചു. വിട്ടുപോകുമെന്ന ഭയമല്ല, ഈ നിമിഷം ഒടുങ്ങിപ്പോകുമോ എന്നൊരു പേടി മാത്രം. ഇഷാനി. അവൻ വീണ്ടും അവളുടെ പേര് വിളിച്ചു. ഈ പ്രാവശ്യം ശബ്ദത്തിൽ വിറയലില്ല, ഉറപ്പും സ്നേഹവും കലർന്നൊരു നിസ്സാരത. അവൾ തല ഉയർത്തി നോക്കി. കണ്ണുകളിൽ ഇപ്പോഴും നനവ്. എന്നാൽ ആ നനവിനുള്ളിൽ ഒരു പുഞ്ചിരി മുളച്ചിരുന്നു. ഞാൻ ഇത്രയും കാലം നിന്നെ ഒഴിവാക്കിയത് നിന്നെ അകറ്റാനല്ല, ഞാൻ തന്നെ പേടിച്ച്. അവൾ അമ്പരന്ന് നോക്കി. എന്നെ പേടിച്ചോ? നിന്നെയല്ല, നിനക്ക് തോന്നുന്ന സ്നേഹത്തെ. അതിന് ഞാൻ അർഹനാണോ എന്ന സംശയം. ഇഷാനി ചെറുതായി ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസമില്ല, കരുണയുമില്ല, സ്നേഹത്തിന്റെ ഒരു ശാന്തത മാത്രം. സ്നേഹത്തിന് തക്കവനായിട്ട് ആരും ജനിക്കില്ല സേവിച്ച, അതിനെ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ മതി. അവനൊരു നിമിഷം ഒന്നും പറഞ്ഞില്ല. അവളുടെ വാക്കുകൾ അവന്റെ ഉള്ളിൽ പതിഞ്ഞു. ആ വാക്കുകളിൽ ഒരു ലാളിത്യമുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ആഴം അവൻ മനസ്സിലാക്കി. പുറത്തൊരു കാർ ഹോൺ മുഴങ്ങി. നഗരത്തിന്റെ തിരക്കകലെ തുടരുകയാണ്. എന്നാൽ ഈ മുറിക്കുള്ളിൽ ഒരു വേറിട്ട ലോകം. സമയം, ശബ്ദം എല്ലാം ഇവരെ വിട്ട് മാറി നിൽക്കുന്ന പോലെ. എനിക്ക് ഓർമ്മയുണ്ട്, ആളിടയിൽ തന്നെ പറഞ്ഞു. എന്നാ ഇനി പറയണ്ട. എന്തുകൊണ്ട്? കാരണം ഇന്നത്തെ രാത്രി ഞാൻ ഓർമ്മയായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. റൂം മാറിയാലും ഈ നിമിഷം മാറില്ല. സേവി അവളെ വീണ്ടും നോക്കി. ആ പെൺകുട്ടി രാവിലെ കണ്ട ഇഷാനിയല്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആത്മവിശ്വാസം നിറഞ്ഞ ഒരാൾ. അവളുടെ പ്രണയം ഇപ്പോൾ ഒരു അപേക്ഷയല്ല, പങ്കുവെച്ചൊരു തീരുമാനമാണ്. അവൻ പതുക്കെ അവളുടെ നെറ്റിലൊരു ചുംബനം കൊടുത്തു. അതിൽ ആഗ്രഹത്തേക്കാൾ ആദരവുണ്ടായിരുന്നു. ഇഷാനിയുടെ കണ്ണുകൾ സ്വയം അടഞ്ഞു. ആ സ്പർശം അവൾക്കൊരു ആശ്വാസം പോലെ തോന്നി. ഒരുപാട് ദിവസങ്ങളായി കാത്തിരുന്ന ഒരു ഉറപ്പിന്റെ മുദ്ര പോലെ. നീ എന്നോട് ഇത്ര ഉറപ്പോടെ നിൽക്കുമ്പോ ഞാൻ പിന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ, അവൻ പറഞ്ഞു. പിന്നോട്ട് പോകരുത്, മുന്നോട്ട് നടക്കാം, അവൾ മറുപടി നൽകി. അവർ ബാൽക്കണിയിലേക്ക് നടന്നു. കാറ്റ് തണുത്തിരുന്നു. താഴെ റോഡിലൂടെ വാഹനങ്ങൾ നീങ്ങുന്നു. ആ തിരക്കിനിടയിൽ അവർ രണ്ടുപേരും മാത്രം വേറിട്ടൊരു ശാന്തതയിൽ. ഇഷാനി ഷാൾ കൂടുതൽ ചേർത്ത് പിടിച്ചു. സേവ്യ ശ്രദ്ധിച്ചു. അവൻ പതുക്കെ തന്റെ ജാക്കറ്റ് എടുത്ത് അവളുടെ തോളിൽ വെച്ചു. അവളൊന്നും പറഞ്ഞില്ല. എന്നാൽ അവളുടെ വിരലുകൾ അവന്റെ കൈയോട് സ്പർശിച്ചു. ആ സ്പർശം നന്ദി പറയുന്നതിനേക്കാൾ കൂടുതൽ. നമുക്ക് എത്ര ദൂരം പോകാനാവുമെന്ന് എനിക്കറിയില്ല, സേവ്യ മന്ദമായി പറഞ്ഞു. പക്ഷേ നിന്നെ ഒറ്റയ്ക്ക് വിടില്ല. ഇഷാനി തലകുനിച്ചു. എനിക്കത് മതി. ആകാശത്ത് ഒരു വിമാനം കടന്നുപോയി. അവൾ അതിലേക്ക് നോക്കി. നമ്മുടെ ജീവിതം ഇങ്ങനെ പറന്നു പോവോ? പറക്കും, പക്ഷെ ഒരുമിച്ചായിരിക്കും, അവൻ പറഞ്ഞു. അവൾ ചിരിച്ചു. ആ ചിരി ഈ രാത്രി മുഴുവൻ നിറച്ചു. ഇവരുടെ ഇടയിൽ ഇനി വാക്കുകൾ കുറവായിരുന്നു, പക്ഷെ മനസ്സിലാക്കൽ കൂടുതലും. മുറിയിലേക്ക് തിരിച്ചു കയറുമ്പോൾ അവർക്കിടയിൽ ഒരു ദൂരം പോലും ഇല്ലായിരുന്നു. ഒരേ കിടക്കയുടെ രണ്ടു വശങ്ങളിലിരുന്നെങ്കിലും അവരുടെ ഹൃദയങ്ങൾ ഒരേ താളത്തിൽ. ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ഇരുട്ട് മുറിയെ മൂടി. പക്ഷെ അവർക്കിടയിൽ ഒരു വെളിച്ചം നിലനിന്നിരുന്നു, വിശ്വാസത്തിന്റെ വെളിച്ചം. അത് പ്രണയത്തിന്റെ തുടക്കമല്ല. ഒരുമിച്ച് നടക്കാൻ തീരുമാനിച്ച രണ്ട് ഹൃദയങ്ങളുടെ ആദ്യ ശാന്തമായ രാത്രി കടന്നുപോയത് വളരെ ശാന്തമായിരുന്നു. ഒരേ മുറിയിലായിരുന്നെങ്കിലും അവരുടെ ഇടയിൽ ഒരു അകലമുണ്ടായിരുന്നു. അതൊരു അസ്വസ്ഥതയുടെ അകലമല്ല, വിശ്വാസത്തിന്റെ അതിരായിരുന്നു. ആ വിശ്വാസം ഇരുവരുടെയും മനസ്സിനെ ഒരുപോലെ ശാന്തമാക്കി. ഇഷാനി ബെഡിന്റെ ഒരു വശത്ത് കിടന്നപ്പോൾ സേവി സോഫയിൽ ചായച്ചിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്ത ശേഷവും അവർ രണ്ടുപേരും കുറച്ചുനേരം ഉറങ്ങാതെ തന്നെ കിടന്നു. പക്ഷെ ആരും ഒരു വാക്ക് പോലും പറഞ്ഞില്ല. വാക്കുകൾക്ക് പകരം നിശബ്ദം തന്നെയായിരുന്നു ആ രാത്രിയുടെ ഭാഷ. ഒടുവിൽ ഇരുവരും ഉറക്കത്തിലേക്ക് വീണു.
ആശ്വാസത്തോടെയും സംതൃപ്തിയോടെയും പിറ്റേ ദിവസം രാവിലെ അലാം മുഴങ്ങുന്നതിന് മുമ്പേ ഇഷാനിയുടെ കണ്ണു തുറന്നു. കർട്ടൻ മറച്ചിരുന്ന ഗ്ലാസ് ഡോറിലൂടെ സൂര്യന്റെ വെളിച്ചം മുറിയിലേക്ക് വീണിരുന്നു. ഒരു പുതു ദിവസത്തിന്റെ തുടക്കമെന്ന പോൽ അവൾക്ക് തോന്നി. മനസ്സിന്റെ ഭാരം കുറഞ്ഞിരുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ പോയി. തിരിച്ചു വന്നപ്പോൾ സേവി ഇതിനകം എഴുന്നേറ്റ് ലാപ്ടോപ്പിൽ എന്തോ നോക്കിയായിരുന്നു. ഗുഡ് മോർണിംഗ് അവൾ പറഞ്ഞപ്പോൾ അവൻ തല ഉയർത്തി നോക്കി. ഗുഡ് മോർണിംഗ് ഇഷാനി, റെഡിയാണോ ഇന്നത്തെ യുദ്ധത്തിന്? അവൾ ചെറുതായി ചിരിച്ചു. യുദ്ധമല്ല, അവസരം. രണ്ടുപേരും താഴേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇഷാനിക്ക് അധികം ഭക്ഷണം ഇറങ്ങുന്നില്ലെങ്കിലും ഇന്നാൾ ഒരു ആത്മവിശ്വാസത്തോടെ കഴിച്ചു. ചായ കുടിച്ചപ്പോൾ അവളുടെ തലവേദനയും മുഴുവനായി മാറി. സേവി ശ്രദ്ധിച്ചു. അവളുടെ മുഖത്ത് ഇന്നലെ കാണാത്തൊരു തിളക്കം. മീറ്റിംഗ് നടക്കുന്ന കോൺഫറൻസ് ഹാളിലേക്ക് എത്തുമ്പോൾ അവളുടെ കയ്യിൽ ഫയലുകളും ലാപ്ടോപ്പും. പക്ഷേ മുഖത്ത് ഭയമില്ല. സേവി അവളെ നോക്കി മന്ദമായി പറഞ്ഞു, നിനക്ക് പറ്റും. ആ രണ്ട് വാക്കുകൾ അവൾക്ക് വലിയൊരു ബലമായി. മീറ്റിംഗ് ആരംഭിച്ചു. കമ്പനിയിലെ പ്രധാന പ്രതിനിധികളും ക്ലയന്റുകളും ഒരേ ടേബിളിന് ചുറ്റും ഇരുന്നു. ആദ്യമായി സംസാരിക്കാൻ വിളിച്ച ഇഷാനിയെയാണ്. അവൾ എഴുന്നേറ്റ് നിന്ന നിമിഷം ഒരു ചെറിയ നിശബ്ദതയുണ്ടായി. പക്ഷേ അവളുടെ ആദ്യ വാക്ക് പുറത്തു വന്നതോടെ ആ നിശബ്ദത ആത്മവിശ്വാസത്തിലേക്ക് മാറി. പ്രസന്റേഷൻ വളരെ ക്രമബദ്ധമായിരുന്നു. ഓരോ സ്ലൈഡും വ്യക്തമായ വിശദീകരണത്തോടെ അവൾ ഉപയോഗിച്ച വാക്കുകൾ ലളിതമായിരുന്നെങ്കിലും ആശയം ശക്തമായിരുന്നു. ബിസിനസിന്റെ സാധ്യതകൾ, പ്രൊജക്ടിന്റെ ഘട്ടങ്ങൾ, ഫിനാൻഷ്യൽ പ്ലാനിംഗ് എല്ലാം അവൾ വ്യക്തമായി അവതരിപ്പിച്ചു. അവൾ സംസാരിക്കുമ്പോൾ അവിടെ ഇരുന്നവർ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഒരാളും ഫോണിലേക്കോ മറ്റേതെങ്കിലും കാര്യത്തിലേക്കോ തിരിഞ്ഞില്ല. ചോദ്യങ്ങൾ വന്നപ്പോൾ അവൾ ഒരു നിമിഷം പോലും തളർന്നില്ല. ഓരോ ചോദ്യത്തിനും ഉറച്ച മറുപടി. അവളുടെ ശബ്ദത്തിൽ ഒരു ഭയം പോലുമില്ല. സേവി അവളെ നോക്കിയിരുന്ന് അഭിമാനത്തോടെ ചിരിച്ചു. ഇന്നലെ രാത്രി ബാൽക്കണിയിൽ നിന്ന പെൺകുട്ടിയല്ല ഇന്നവൾ. ഇന്ന് അവൾ ഒരു പ്രൊഫഷണൽ ലീഡറാണ്. മീറ്റിംഗ് അവസാനിക്കുമ്പോൾ പ്രധാന ക്ലയന്റ് എഴുന്നേറ്റ് കൈകുലുക്കി. വാവ്, യുവർ പ്രസന്റേഷൻ വാസ് ഇംപ്രസീവ്. ആൾ വിനീതമായി നന്ദി പറഞ്ഞു. കമ്പനിയുമായി ഡീൽ ഉറപ്പിച്ചു. ഒപ്പുവെച്ച കരാറിന്റെ പേജുകൾ തിരയുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു സന്തോഷ തുടിപ്പ്. ഹാളിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സേവി പറഞ്ഞു, ഇന്നത്തെ മീറ്റിംഗ് നീ സേവ് ചെയ്തു. ഇഷാനി തലകുനിച്ച് ചിരിച്ചു. നമ്മൾ സേവ് ചെയ്തു. അവളുടെ ആ മറുപടി സേവിക്ക് കൂടുതൽ സന്തോഷം നൽകി. ആ ദിവസം അവർ ഓഫീസിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ ഇടയിൽ പുതിയൊരു ബഹുമാനവും ശക്തമായൊരു വിശ്വാസവും ഉണ്ടായിരുന്നു. പ്രണയം മാത്രമല്ല, ഒരാൾ മറ്റൊരാളുടെ കഴിവ് അംഗീകരിക്കുന്നതിലൂടെ പിറന്ന ഒരു കൂട്ടായ്മ. എന്നാലും ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. നമുക്ക് ഈ മുംബൈ ഒന്ന് ചുറ്റിക്കാണാൻ പോവാം. അവനത് പറഞ്ഞപ്പോൾ എതിരഭിപ്രായം ഇല്ലായിരുന്നു അവൾക്കും. അതിനോടൊപ്പം കുറച്ച് നല്ല നിമിഷങ്ങൾ പങ്കുവെക്കാൻ അവളും ആഗ്രഹിച്ചിരുന്നു. ഇരുട്ടിന്റെ മറവിൽ സ്ത്രീയുടെ ശരീരം പിച്ച് ചെയ്യുന്ന കാമവര്യന്മാരുടെ കൂട്ടത്തിലല്ല സേവിയുടെ സ്ഥാനം. അവളുടെ മനസ്സിലെ ഏറ്റവും ഉയരത്തിലാണ് അവനിപ്പോൾ. അവനെക്കുറിച്ചുണ്ടായിരുന്ന സകല തെറ്റിദ്ധാരണകളും ഒറ്റ രാത്രി കൊണ്ട് അവളുടെ മനസ്സിൽ നിന്നും തുടച്ച് നീക്കപ്പെട്ടിരുന്നു. രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാൻ പോയി. അടുത്തായൊരു മീറ്റിംഗ് കൂടിയുണ്ട്. ഇഷാനി, തന്റെ പെർഫോമൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. എന്തായാലും അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റിൽ വിശ്വാസം അർപ്പിച്ചല്ലോ. ഒന്നുകൂടി ഉഷാറായി പിടിക്കണം ഇനി അങ്ങോട്ട്. ഇതുവരെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഉള്ളത് മതിയെന്ന ചിന്താഗതിയായിരുന്നു. ഇനി അത് പറ്റില്ല. നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാ രാജ്യങ്ങളും വ്യാപിപ്പിക്കണം. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കാൻ എളുപ്പമാണ്. നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടണം ഇനി. അതുപോലെ പാക്കിംഗ് കുറച്ചുകൂടെ നന്നാക്കാനുണ്ട്. നമ്മുടെ ബ്രാൻഡ് കവർ പുതിയ ഡിസൈനാക്കി എടുക്കണം. ഇഷാനി തന്റെ അഭിപ്രായം പറഞ്ഞു. അതെ, അത് വേണം. എനിക്കും തോന്നിയിരുന്നു. കുറച്ച് സമയം ബിസിനസ് ചർച്ച തുടർന്നവർ. അവർക്കിടയിൽ അകലം കുറഞ്ഞു വന്നു. ഫുഡ് വന്നു. വളരെ കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ ഇഷാനി. എന്നാണോ താൻ ഇത്രയും കുറച്ച് കഴിക്കുന്നത്? തടി കൂടുന്ന കരുതിയാണോ? സേവി കഴിക്കുന്നതിനിടയിൽ ചിരിയോടെ ചോദിച്ചു. സത്യം പറഞ്ഞ ഇന്നലെയൊന്നും കഴിക്കുന്ന ഓവറാ, പുഞ്ചിരിയോടെ പറഞ്ഞവൾ. തടി അല്പായാലും കുഴപ്പമില്ല, എന്നെ താങ്ങേണ്ടത് എനിക്ക്. വളരെ ശബ്ദം കുറച്ച് അവൾ കേൾക്കാൻ പാകത്തിന് പറഞ്ഞവൾ. ചുമ്മാ എനിക്ക് സേവിച്ച ചുറ്റും നോക്കി നാണത്തോടെ പറഞ്ഞവൾ. കഴിച്ചു കഴിഞ്ഞ് തിരികെ റൂമിലെത്തിയവർ. ഞാൻ മൂർത്തിയെങ്കിലെന്ന് വിളിക്കട്ടെ, താൻ റെസ്റ്റ് എടുക്കുക പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നവൻ. അവിടെ ഉണ്ടായിരുന്ന ബീൻ ബാഗിലിരുന്നു. ആദ്യം അപ്പനെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. മീറ്റിംഗ് വിജയമായതിന്റെ സന്തോഷം ഉണ്ടായിരുന്നു അപ്പന്. നീ അല്ലേടാ പോയിരിക്കുന്നത്, വിജയിക്കാതിരിക്കുക. എന്റെ അല്ലേ മോൻ. അപ്പാ, ഇതെന്റെ കഴിവല്ല കേട്ടോ, നമ്മുടെ ഇഷാനി കൊച്ചിന്റെ കഴിവാ. അത് പറയുമ്പോൾ ചെറിയ ഉണ്ടായിരുന്നു അവനിൽ. അവള് നല്ല മിടുക്കി കൊച്ചാ. കറിയാച്ച മുതലാളി എന്തോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇനിയൊരു മീറ്റിംഗ് കൂടി ഉണ്ട്, അതുകൂടി കഴിഞ്ഞ സമാധാനമായി. നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും. രാത്രിയോടെ അവിടെ എത്തും. എന്നാ പിന്നെ വിളിക്കാം. മൂർത്തി അങ്കിളൊന്ന് വിളിക്കട്ടെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചവൻ. മൂർത്തി അങ്കിളിനെയും പിന്നെ ജോസൂട്ടിയെയും വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞവൻ. എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. സേവി റൂമിലേക്ക് വരുമ്പോൾ ഇഷാനി ബെഡിൽ നിന്നുകൊണ്ട് ഫോൺ വിളിക്കുകയാണ്. ശ്രീകുട്ടിയാണ് സംസാരിക്കുന്നത്. സേവി സോഫയിൽ കിടക്കാൻ ഒരുങ്ങുന്നത് കണ്ടപ്പോൾ ഇഷാനി വേഗം എഴുന്നേറ്റു. സാർ ഇവിടെ കിടന്നോളൂ, ഞാൻ ബാൽക്കണിയിൽ ഇരിക്കാം. സേവി അവളെ നോക്കി നെറ്റി വിളിച്ചു. അവൾ അങ്ങനെ വിളിച്ച് ഇഷ്ടമായില്ല അവന്. ശ്രീകുട്ടി, ഞാൻ വിളിക്കാം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചവൾ. അതെ, ഈ സാറെ വിളിന് വേണ്ട കേട്ടോ, സേവിച്ചൻ അത് മതി. അവളെ നോക്കിക്കൊണ്ട് അവൻ അവിടെ അടുത്തേക്ക് നടന്നു നിന്നു. അല്ലെങ്കിൽ ഇച്ചാനെന്ന് മതി, അതാകുമ്പോ വേറെ ഫീലാ. ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അവനെ തന്നെ നോക്കി നിൽക്കുന്നവളുടെ മുഖത്തേക്ക് മുഖം കുരിച്ചുകൊണ്ട് പറഞ്ഞവൻ. അവളുടെ കണ്ണുകൾ പിടച്ചു. അവന്റെ ചുടിശ്വാസം അവളുടെ മുഖത്ത് തട്ടി.
അവൾ പിന്നിലേക്ക് നീങ്ങിയപ്പോൾ ചുമരിൽ തട്ടി നിന്നുപോയി. അവളുടെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. അവളുടെ അധരം വിറച്ചു. പേടിച്ചോ? അവന്റെ സ്വരം ആർദ്രമായി. ഇല്ലെന്ന് പറയും പോലെ തല ഇരുവശത്തേക്കും വെട്ടിച്ചവൾ. ചിരിച്ചുകൊണ്ട് അവൻ മാറി നിന്നു. അപ്പോഴാണ് അവളുടെ ശ്വാസം നേരെ വീണത്. ഫോൺ ശബ്ദിച്ചപ്പോൾ അവൻ ഫോണിൽ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ അവൾക്ക് വേണ്ടി ചിപ്സും കൂൾ ഡ്രിങ്ക്സും വാങ്ങി വന്നിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന അടുത്ത മീറ്റിംഗിൽ ഇഷാനി അതേ ആത്മവിശ്വാസത്തോടെയായിരുന്നു പ്രവേശിച്ചത്. രാവിലെ ലഭിച്ച ചെറിയ വിജയം അവളുടെ കണ്ണുകളിൽ ഒരു പുതിയ പ്രകാശം തെളിയിച്ചിരുന്നു. അവൾ സംസാരിക്കുമ്പോൾ ഓരോ വാക്കും വ്യക്തമായി ഉറച്ചതുമായിരുന്നു എന്നത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. പ്രസന്റേഷൻ അവസാനിക്കുമ്പോൾ റൂമിൽ ഒരു നിമിഷം നിശബ്ദത പടർന്നു. പിന്നീട് കയ്യടി ഉയർന്നു. ആ ശബ്ദം ഇഷാനിക്ക് ഒരു അംഗീകാരം മാത്രമല്ല, അവളുടെ പരിശ്രമങ്ങൾ കിട്ടിയ മറുപടിയായിരുന്നു. അവൾ പുറത്തേക്ക് നടന്നു വരുമ്പോൾ ഹൃദയം കുറച്ച് വേഗത്തിൽ മിടിച്ചു. സന്തോഷം കൊണ്ട് അവൾക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞവൻ, ഐ പ്രൗഡ് ഓഫ് യു. ആ രണ്ടു വാക്കുകൾ അവൾ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു നൽകിയത്. താങ്ക് യു. താനിതൊക്കെ റൂമിൽ വെച്ചിട്ടോ, പുറത്തേക്കൊന്ന് പോവാം. ലാപ്ടോപ്പും ബാഗ് റൂമിൽ വെച്ചിട്ട് റൂം പൂട്ടിയിറങ്ങിയവർ ഹോട്ടൽ ലോബിയുടെ പുറത്തേക്ക് നടന്നു വരുമ്പോൾ തന്നെ മുംബൈയുടെ ചൂടും തിരക്കും അവരെ വരവേറ്റു. റോഡിലൂടെ ഒഴുകുന്ന വാഹനങ്ങൾ, വേഗത്തിൽ നടക്കാൻ പഠിച്ച ആളുകൾ, ഓരോ കോണിലും വേറൊരു കഥ പറയുന്ന നഗരം. ഇവയെല്ലാം ഇഷാനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു. ഇത് ശരിക്കും തിരക്ക് പിടിച്ച നഗരം തന്നെ. ആൾ ചുറ്റും നോക്കി പറഞ്ഞു. സേവി ചെറുതായി ചിരിച്ചു. പക്ഷേ നമ്മൾ ഇന്ന് അതിന്റെ തിരക്കിലല്ല, അതിന്റെ മനോഹാരിതയിലാണ്. ആദ്യമായി അവർ കടൽക്കരയിലേക്കാണ് പോയത്. ഉച്ചയുടെ വെളിച്ചം അല്പം മങ്ങിക്കൊണ്ടിരുന്ന സമയം. കടലിന്റെ ഉപ്പുള്ള കാറ്റ് ഇഷാനിയുടെ മുടിയിൽ അലസമായി വീശിപ്പോയി. ആൾ ഒരു നിമിഷം കണ്ണടച്ച് ആ കാറ്റ് ആസ്വദിച്ചു. സേവി അവളെ നോക്കി നിന്നു. അവളുടെ മുഖത്ത് അത്രയും സന്തോഷം കാണുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ശാന്തത പടർന്നു. കടലിലെ തിരമാലകൾ കരയിലേക്ക് പതുക്കെ അടിച്ചെത്തുമ്പോൾ അവൾ ചപ്പലുകൾ കയ്യിൽ പിടിച്ച് മണലിലൂടെ നടന്നു. ബാല്യത്തിന്റെ ഒരു ചിരി അവളുടെ മുഖത്ത് തെളിഞ്ഞിരുന്നു. വാ, അവൾ തിരിഞ്ഞവനെ വിളിച്ചു. സേവി അല്പം അടിച്ചെങ്കിലും അവളുടെ അടുത്തേക്ക് നടന്നു. ഒരു ചെറിയ തിരമാല വന്ന് അവരുടെ കാലുകൾ നനച്ചു. ഇഷാനി പെട്ടെന്ന് പിന്നോട്ട് ഓടി ചിരിച്ചു. പേടിച്ചാന്നോ? അവൾ നോക്കി ചിരിയോടെ ചോദിച്ചു. അല്ല, തിരമാലകൾ എന്നെ തേടി വരുന്ന കാണാൻ. അവൾ മറുപടി നൽകി. അവർ കടൽക്കരയിൽ കുറച്ച് സമയം ഇരുന്നു. തിര വന്ന് തീരത്തെ ചുംബിച്ച് പിൻവാങ്ങുന്നത് നോക്കിക്കൊണ്ട്. ഇരുവർക്കും പുതിയ ഓരോ അനുഭവങ്ങളായിരുന്നു. ആദ്യമായിട്ടാണ് സേവി കടലിന്റെ മനോഹാരിത ഇത്രയ്ക്കും ഭംഗിയായി ആസ്വദിക്കുന്നത്. വൈകുന്നേരം നഗരത്തിന്റെ വിളക്കുകൾ തെളിയാൻ തുടങ്ങിയപ്പോൾ അവർ റോഡിലൂടെ നടന്നു. ഷോപ്പുകളുടെ ഗ്ലാസ് വിൻഡോകളിൽ വെളിച്ചങ്ങൾ തിളങ്ങി. പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കാൻ നടക്കുന്നവർ. ഇഷാനി അതൊക്കെ കൗതുകത്തോടെ കണ്ടു നടന്നു. അതിലൊന്നും വലിയ പുതുമയുണ്ടായിരുന്നില്ല സേവിക്ക്. എന്നാൽ അവളുടെ കൗതുകവും ആകാംക്ഷയും അവരിലും സന്തോഷം നിറച്ചു. ഏറെ സമയം അവരവിടെ ചുറ്റിക്കറങ്ങി. രാത്രിയായപ്പോൾ അവരൊരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറി ഡിന്നർ കഴിച്ചു. വലിയ ആഡംബരമൊന്നുമില്ല, പക്ഷെ ഓരോ നിമിഷവും ഒരു ആശ്വാസം പോലെ. ഇടയ്ക്ക് കണ്ണുകൾ കൂടുമ്പോൾ ചിരി, സ്പൂൺ കൈമാറുമ്പോൾ വിരലുകൾ സ്പർശിക്കുക. വാക്കുകൾക്കപ്പുറം ഒരു ബന്ധം വളരുന്നുണ്ടായിരുന്നു. റൂമിലേക്ക് മടങ്ങിയപ്പോൾ നഗരത്തിന്റെ ശബ്ദം പിന്നിലായി. ഫ്രഷായി ഡ്രസ്സ് മാറി അവൾ. സേവി വാഷ്റൂമിലേക്ക് പോയപ്പോൾ അവൾ ബാൽക്കണിയിലേക്ക് നടന്നു. താഴെയുള്ള ലൈറ്റുകൾ നോക്കി ഇഷാനി നിന്നു. നഗരത്തിന് തിരക്കൊഴിഞ്ഞ നേരമില്ല. കിടക്കുന്നില്ലേ? പിന്നിലായി അവന്റെ ചോദ്യം കേട്ടപ്പോൾ അവനെ നോക്കി അവൾ. കുളി കഴിഞ്ഞിട്ടുണ്ട്. മുടിയിൽ നിന്ന് വെള്ളം നന്നായി തുടച്ചിട്ടില്ല. കയ്യിൽ മാത്രമാണ് വേഷം. നെഞ്ചിലെ രോമക്കൂടിനുള്ളിൽ സ്വർണ്ണക്കൊന്തയുടെ തിളക്കം. അവൾ അവന്റെ നെഞ്ചിലേക്ക് തന്നെ നോക്കി നിന്നുപോയി. എന്തെങ്കിലും നോക്കുന്നു? ജുബിടാത്തോണ്ടാ? സോറിടാ, ഇനിയൊരു ജോഡുകൂടിയേ ഉള്ളൂ. നാളെ പോകുമ്പോഴല്ലോ. എടുത്തെന്ന് കരുതിയതാ, മറന്നുപോയി. ഏയ് അതൊന്നല്ല, ഞാൻ വെറുതെ. മുഖത്തെ ചമ്മൽ മറച്ചുകൊണ്ട് പറഞ്ഞവൾ. എന്നാ പിന്നെ താൻ കിടന്നു. ആ സോഫയിലെ കിടപ്പത്ര ശരിയല്ല, കഴുത്തിനൊരു വേദന. ഞാനിതിലിരുന്നോളാം, താൻ പോയി കിടന്നു. പരസ്പരം വിശ്വാസം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നമുക്ക് ഒരുമിച്ച് കിടക്കാം. മനസ്സും ശരീരവും തെറ്റിയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇച്ചായന്. ബാക്കി പറയാതെ നിന്നവൾ. എനിക്ക് തന്നെ വിശ്വാസമാണ്. ഇഷാനി ചന്ദ്രശേഖർ സേവിച്ചിന് സ്വന്തമാകുന്ന ദിവസമല്ലാതെ ഈ ശരീരം ഞാൻ സ്വന്തമാക്കില്ല. ശരീരം സ്വന്തമാക്കുന്നതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടാണ് മനസ്സ് സ്വന്തമാക്കുന്നത്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവളും ചിരിച്ചുപോയി. എന്നാ പിന്നെ ആ ബെഡ് നമുക്ക് ഷെയർ ചെയ്യാം. ഇഷാനി പറഞ്ഞതിനോട് യോജിച്ചു അവനും. പ്രണയം ചിലപ്പോൾ വലിയ പ്രഖ്യാപനങ്ങളിലല്ല, ഇങ്ങനെയുള്ള ചെറു നടപ്പുകളിൽ, പങ്കിട്ട ചായക്കപ്പുകളിൽ, ഒരുമിച്ച് കണ്ട ഒരു സന്ധ്യാ സൂര്യനിൽ അതിൻ്റെ ഏറ്റവും സത്യമായ രൂപം ഒളിഞ്ഞിരിക്കുന്നു. സേവ് തന്നെയാണ് ആദ്യം ഇറങ്ങിയത്. ബെഡ് ലൈറ്റിന്റെ അരണ്ട വെളിച്ചത്തിൽ അവന്റെ മുഖം വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു അവൾക്ക്. നിഷ്കളങ്കമായി ഉറങ്ങുന്ന ഒരു കുഞ്ഞിന്റെ രൂപമായിരുന്നു അവനപ്പോൾ. അവനെ തന്നെ നോക്കിക്കിടന്ന് എപ്പോഴും അവൾ ഉറങ്ങിപ്പോയി. രാവിലെ ഒരു അലാറത്തിന്റെ ശബ്ദം തന്നെയായിരുന്നു തിരികെ യാഥാർത്ഥ്യത്തിലേക്ക് വിളിച്ചുണർത്തിയത്. ഇഷാനി ആദ്യം കണ്ണു തുറന്നു. കർട്ടൻ കുറച്ച് തുറന്നിരുന്നതിനാൽ സൂര്യന്റെ വെളിച്ചം മുറിയിലേക്ക് പതിഞ്ഞിരുന്നു. ഇന്നലെ കണ്ട നഗരത്തിന്റെ വിളക്കുകൾക്ക് പകരം ഇന്നൊരു പുതിയ ദിവസത്തിന്റെ ശാന്തമായ പ്രകാശം. അപ്പോഴാണ് തനിക്കരികിൽ ചേർന്ന് കിടക്കുന്നവനെ കണ്ടത്. അവനെ ഉണർത്താതെ പതുക്കെ എഴുന്നേറ്റിരുന്നു. ഒരു നിമിഷം അവനെ നോക്കിയിരുന്നവൾ. സേവി നല്ല ഉറക്കത്തിലായിരുന്നു.
അവന്റെ മുഖത്തൊരു കുഞ്ഞു പോലുള്ള ശാന്തത. അവൾ ചെറുതായി ചിരിച്ചു. ഫോണെടുത്ത് സമയം നോക്കി അവൾ. ഓർമ്മയിൽ സൂക്ഷിക്കാൻ കുറെ നല്ല ഓർമ്മകൾ തന്ന ഈ റൂമിനോട് വിട പറയാൻ ഇനി അധികം സമയമില്ല. പതുക്കെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി തിരികെ വന്നു. വസ്ത്രങ്ങൾ ഒതുക്കാൻ തുടങ്ങി. ഓരോ ഡ്രസ്സും മടക്കുമ്പോൾ ഇന്നലെ നടന്ന ചെറിയ സംഭവങ്ങൾ ഓർമ്മയായി വന്നു. കടൽക്കരയിൽ ഒന്നിച്ച് നടന്നു, വിരൽ കോർത്ത് പിടിച്ച് റോഡ് ക്രോസ് ചെയ്ത് കടന്നു. അങ്ങനെ അവൾ പാക്ക് ചെയ്യുന്നതിനിടയിൽ സേവി ഉണർന്നു. ഇത്ര വേഗം എഴുന്നേറ്റോ? അവൻ അലസമായി ചോദിച്ചു. പോവേണ്ടേ, സമയത്തായിന്നാ? അവൾ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ഇപ്പൊ തോന്നുന്നു 2 ദിവസം കൂടി കഴിഞ്ഞ് ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു എന്ന്. അവന്റെ സ്വരത്തിൽ ചെറിയൊരു നഷ്ടബോധം എഴുതിച്ച് നിന്നു. അതിനവൾ മറുപടി പറഞ്ഞില്ല. സേവി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് കയറി. ഫ്രഷായി തിരികെ വന്നവൻ തന്റേതായ സാധനങ്ങളും പാക്ക് ചെയ്തു. റൂമൊന്ന് നോക്കിയപ്പോൾ ഇന്നലെ വരെ അന്യമായിരുന്ന സ്ഥലം ഇന്നൊരു ചെറിയ കഥയുടെ അവസാന പേജായി തോന്നി. കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.